ഇനി ആവില്ല ആത്മഹത്യ ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല കേട്ടോ. അന്ന് ഇത്രയും വേദനിച്ചേട്ടാ ആ സമയത്ത്. ഇത് ആർക്കായാലും ഉണ്ടാവില്ലേ. സെൻസേഷണലൈസ് ചെയ്യാൻ എന്തും പറയാം. എൻ്റെ കയ്യിൽ നിന്നൊക്കെ എൻ്റെ മൈൻഡൊക്കെ ഔട്ടായിട്ടുണ്ട് എത്രയോ പ്രാവശ്യം. നല്ലോണം ഹേർട്ടായിട്ടുണ്ട്. ഒറ്റപ്പെടലിൽ നിന്ന് രക്ഷപ്പെടാൻ ഞങ്ങളെടുത്ത തീരുമാനം. അതിനിടയ്ക്ക് ഞങ്ങളെ കാണുമ്പോൾ അസൂയാണോ കടിയാണോ ചൊറിയാണോ എന്താണെന്ന് എനിക്കറിയില്ല. പെണ്ണൊറ്റക്ക് മുന്നോട്ട് പോയാൽ ഈ സമൂഹത്തിൻ്റെ മുന്നിൽ ഒരിക്കലും രണ്ട് മക്കളെയും കൊണ്ട് ഒറ്റക്ക് നിൽക്കാൻ പറ്റില്ല എന്ന് എൻ്റെ ജീവിതം എന്നെ പഠിപ്പിച്ചു. മാരേജ് ഒരിക്കലും ഒരു പ്രോപ്പർട്ടി ഡീലല്ല. എനിക്ക് മക്കളെ ചേർത്ത് പിടിച്ച് എനിക്ക് സ്നേഹിക്കാനുള്ള അവസരം കിട്ടിയിട്ടില്ല. എൻ്റെ മക്കൾ എന്തെങ്കിലും ഒരു ദിവസം ഞാൻ നല്ലതാണ് ചെയ്തത് അത് കേൾക്കാൻ ആഗ്രഹമുണ്ട്. തളർത്താൻ പറ്റില്ലല്ലോ, അതിനല്ലല്ലോ ഞാൻ കൂടെ ചേർത്ത് പിടിച്ചു. ചൊറിച്ചുള്ള ആൾക്കാർ ഓരോന്ന് പറയുന്നതും അത് കാണുമ്പോൾ ഐ ഫീൽ പിറ്റി ഉണ്ട്. കാരണം ഇത്രയ്ക്കേ ഉള്ളൂ നിങ്ങളുടെയൊക്കെ മനസ്സ്, അത്രയേ ഉള്ളൂ. ഞാൻ മലന്ന് കടന്ന് ഞാൻ തുപ്പുന്ന പോലെയല്ലേ. അഭിനയം മതിയാക്കാൻ പറയാറുണ്ട്. അങ്ങനെ പറഞ്ഞു നിർത്തിയതാണോ അതോ സ്വന്തമായിട്ട് തോന്നി നിർത്തിയതാണോ? അല്ല, നിർത്തിച്ചതാണ്. ഒരു സദ്യ കഴിക്കുമ്പോൾ എല്ലാ ഇതും രുചിച്ചു നോക്കുന്നു, അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ടോക്ക് ടോണിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഈ അടുത്ത കാലങ്ങളിൽ സോഷ്യൽ മീഡിയയിലെ ഒരുപാട് വീഡിയോകളിൽ കൂടി കണ്ടു പരിചയിച്ച രണ്ട് വ്യക്തിത്വങ്ങളാണ്. അധികം ആമുഖങ്ങളുടെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ ഞാൻ അവരെ സ്വാഗതം ചെയ്യുകയാണ്. ശ്രീ ക്രിസ് വേണുഗോപാലും അദ്ദേഹത്തിൻ്റെ ഭാര്യ ദിവ്യ ശ്രീധറുമാണ് നമ്മോടൊപ്പം. സ്വാഗതം. കണ്ട് പരിചയിച്ചാന്ന് പറയുന്നത് കണ്ടു മടുത്ത എന്നല്ലേ പറയുന്നത്. ഒരുപാട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തുകൊണ്ടായിരിക്കും സാറിൻ്റെ മുഖത്തും ഈ ഇൻ്റർവ്യൂസ് കാഷ്വലായിട്ട് ഒരു കാണിക്കുന്നതിൻ്റെ ഒരു എക്സ്പ്രഷൻ ഫേസിലാണ്. ഇതിൽ ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ മെയിൻ ഫീൽഡ് റേഡിയോയിലുണ്ടായിരുന്നപ്പം എൻ്റെ മെയിൻ ആക്ടിവിറ്റി ഇൻ്റർവ്യൂസ് ആയിരുന്നു. അങ്ങനെ ഇൻ്റർവ്യൂസിലൊരു 700ഓളം മേജർ ഇൻ്റർവ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ബെനസിൽ ബൂട്ടോ, ജെഫ്രി ആർച്ചർ, അങ്ങനെ ലോകത്തിലുള്ള പല ആൾക്കാർ, ഇപ്പോൾ സിനിമ ജനീൻ്റെ ഡയറക്ടർ രാകേഷ് ഓം പ്രകാശ് മെഹ്റ, അമിതാഭ് ബച്ചൻ, അഭിഷേക് ബച്ചൻ, അല്ലെങ്കിൽ മമ്മൂട്ടി, മോഹൻലാൽ, ദിലീപ്, ദാസേട്ടൻ, സുശീലമ്മ, ജാനകിയമ്മ, ഇങ്ങനെ എല്ലാവരുടെയും ഇൻ്റർവ്യൂ എടുക്കുന്നതിലൂടെ ഞാൻ പലതും പഠിച്ചിട്ടേ ഉള്ളൂ. ഇപ്പോൾ എന്നെ ഇൻ്റർവ്യൂ ചെയ്തു അല്ലെങ്കിൽ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ എനിക്കെന്തെങ്കിലും പറയാനുണ്ടാവണം. അത് ഞാൻ പറയുന്നതിൽ ഒരിക്കലും മടിക്കില്ല. മടുപ്പ് എനിക്കല്ല, കണ്ടുമടുത്തു എന്നുള്ള ആ ഒരു ഇഷ്യൂ മാത്രമേ ഉള്ളൂ. ആൾക്കാർക്ക് ചിലപ്പോൾ കണ്ടുമടുത്തു എന്നുണ്ടാവില്ല. അത് ടെൻഷൻ അടിക്കണ്ട. നമ്മളെന്തായാലും സംസാരിച്ച് പഴകിയ വിഷയങ്ങൾ അധികം പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം ഞാൻ എന്തായാലും തുടങ്ങുമ്പം ഇപ്പം സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്ന ചില വിഷയങ്ങളുണ്ട്. അത് ഒഴിവാക്കിയിട്ട് നമുക്ക് കടന്നു പോകാൻ പറ്റില്ല. അതുകൊണ്ട് മാത്രം ജനറിക്കായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യം തന്നെ ഈ സോഷ്യൽ മീഡിയ അറ്റൻഷൻ ഇപ്പോൾ ഇച്ചിരി കൂടുതലായിട്ട് വരുന്നു, അല്ലെങ്കിൽ അനാവശ്യമായ അറ്റൻഷൻ വരുന്നുണ്ടെന്ന് നിങ്ങൾക്ക് സ്വയം തോന്നുന്നുണ്ടോ? ഒരിക്കലും അങ്ങനെ ബ്ലേറ്റൻ്റ് ആയിട്ട് പറയില്ല. വി വെരി ഹാപ്പി ദാറ്റ് ഇത്രയും ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാനുണ്ട്. ഒരു നല്ല കോസ്. കാരണം ഞങ്ങൾ പല പ്രാവശ്യം പറഞ്ഞു, കുഞ്ഞുങ്ങളും പറഞ്ഞിട്ട് ഞാനും പറഞ്ഞു, ഒറ്റപ്പെടലിൽ നിന്ന് രക്ഷപ്പെടാൻ ഞങ്ങളെടുത്ത തീരുമാനം. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേയധികം നല്ല മനസ്സുള്ള ആൾക്കാർ. അവരുടെ അടുത്ത് ഞങ്ങൾക്ക് സ്നേഹം മാത്രമേ. അവരുടെ സ്നേഹം അവരെങ്ങനെ അറിയിക്കാം? ഇന്ന് UK നിന്ന് ഒരു ലേഡി വിളിച്ചിട്ട് കുഞ്ഞുങ്ങളുടെ അടുത്ത് കരയായിരുന്നു. ഞാനും ഇതേ ലൈഫിലൂടെയാണ് കടന്നു പോയത്. എനിക്ക് ഒട്ടും പരിചയമില്ല. അങ്ങനെ വീഡിയോ കോൾ കുറേയായി ട്രൈ, കല്യാണം ആ സംഭവം കണ്ടത് തൊട്ട് എന്നെ ട്രൈ ചെയ്യുന്നുണ്ട് വിളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് കിട്ടി. വിളിച്ചപ്പോൾ ഏട്ടനെ വിളിച്ചു. ഏട്ടൻ എനിക്ക് തന്നപ്പോൾ എന്നെ കണ്ടോടെ കരഞ്ഞു. കുറേ നേരം ഞാൻ വിളിച്ചു, ഭഗവാൻ എന്തെങ്കിലും ആയിപ്പോവോ, അവർക്ക് എന്തെങ്കിലും ആയിപ്പോവോ. അപ്പോൾ പറഞ്ഞു സെയിം ഏജാണ്, അപ്പോൾ അതേ സിറ്റുവേഷനിൽ കൂടെ 2 കുട്ടികളെ വളർത്തിക്കൊണ്ട് വരുവാണെന്ന് പറഞ്ഞു വിങ്ങി കരയാണ്. ഞാൻ പറഞ്ഞു ഇനി എൻ്റെ ഫോണിലേക്ക് കോൾ ചെയ്തോ, ഞാൻ ഡെയിലി സംസാരിച്ചോളാം. കുറേ സമാധാനമായി. അതേപോലെ ഹൈദരാബാദ് ഉണ്ടായിരുന്നപ്പോൾ ഒരു ലേഡി വിളിച്ചിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു അവസ്ഥയിലാണ് പോകുന്നത്, എനിക്ക് ആരോടും പറയാൻ പറ്റില്ല, കുറേ അനുഗ്രഹിച്ചു. ഒരുപാട് ആൾക്കാർ അറിയാത്ത സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയോ ഞങ്ങൾക്ക് കുറേ ബന്ധങ്ങൾ കിട്ടുന്നുണ്ട്, നല്ലതാണ്. അതിനിടയ്ക്ക് ഞങ്ങളെ കാണുമ്പോൾ അസൂയാണോ കടിയാണോ ചൊറിയാണോ എന്താണെന്ന് എനിക്കറിയില്ല. ലെറ്റ് ഇറ്റ് ബി. അതിന് ഒരു പ്രത്യേക പേര് നൽകി അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യമില്ല. ഈ സാഹചര്യങ്ങളിൽ കൂടി പോയ സമയത്ത് എപ്പോഴെങ്കിലും തോന്നിയിരുന്നു നമ്മുടെ സൊസൈറ്റി ഇപ്പോഴും ഡിവോഴ്സിനെ ഒന്നും അക്സെപ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ വേറൊരു പുനർവിവാഹത്തിന് അക്സെപ്റ്റ് ചെയ്യാനൊന്നും മെച്ചുവേർഡ് ആയിട്ടില്ല എന്ന് തോന്നിയോ, മെച്ചുവേർഡ് ആയി എന്ന് തോന്നിയോ? ഒരു സ്മോൾ കറക്ഷൻ. പുനർവിവാഹം ആരെ ഡിവോഴ്സ് ചെയ്തോ അവരെ തന്നെ കല്യാണം കഴിച്ചാൽ മാത്രമാണ് പുനർവിവാഹം. Remarriage happens when I marry the same person whom I divorced.
അതുവൈസ് ഇറ്റ്സ് എ ന്യൂ മാരേജ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ കുഞ്ഞുങ്ങൾ ആദ്യമായിട്ടാണ് കല്യാണം കഴിക്കുന്നത്. ഇതെങ്ങനെയാണ് ഒരു പുനർവിവാഹം? സൊസൈറ്റി നമ്മളെ അപ്രോച്ച് ചെയ്യുന്ന രീതി കാണുമ്പോൾ അവർ മെച്ചുവേർഡ് ആയിരുന്നില്ല. നമ്മുടെ ഇങ്ങനെ ആരാണ് സൊസൈറ്റി? നമ്മളല്ലേ. നമ്മൾ ഇൻക്ലൂഡഡ് ആണ്. പക്ഷേ അപ്പം ഞാൻ മലന്ന് കിടന്ന് ഞാൻ തുപ്പുന്ന പോലെയല്ലേ? സൊസൈറ്റീനെ കുറ്റം പറയുകയാണെങ്കിൽ ഞാനും അതിൻ്റെ അംഗമാണ്. അല്ല, നേരത്തെ പറഞ്ഞിരുന്നു ഒരുപാട് അടുപ്പക്കാരുണ്ടായി, അതുപോലെ തന്നെ വിമർശിക്കുന്നവരുണ്ടായി. അല്ല, ഞാൻ പറയുന്നത് ഈ ഒരുപാട് അടുപ്പക്കാരെന്ന് പറയുമ്പോൾ അവർ അക്സെപ്റ്റ് ചെയ്യുന്നല്ലോ. അതെ, കറക്റ്റ്. അപ്പം സൊസൈറ്റി മോശമല്ല, സൊസൈറ്റി അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ 1-2 കൃമികൾ അത്രയേ ഉള്ളൂ. ഈ നമ്മുടെ ലൈഫ് ബോയിൻ്റെ പരസ്യത്തിൽ കാണിക്കുന്ന പോലെ അവസാനം 2 ബാക്ടീരിയ ഇങ്ങനെ തുള്ളിക്കൊണ്ടിരിക്കും, 99%. ആ ബാക്കി 1% അവിടെ ഇരുന്നിട്ട് അത്രയേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു കുറച്ചു നേരമായിട്ട് ദിവ്യ മാം ഉണ്ടായിരിക്കണം. അപ്പം മാമിൽ നിന്ന് തന്നെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കേട്ടാൽ എനിക്കൊന്നും മനസ്സിലാവില്ല, അതുകൊണ്ട് ഞാൻ നമ്മൾ ആത്മീയതയിലേക്ക് ചിലപ്പോൾ പോയിരിക്കും. ഞാനപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും തെറ്റുകളുണ്ടാകും. കാരണം ഇൻ്റർനെറ്റിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ്. തമിഴിലും മലയാളത്തിലും സീരിയൽസിൽ വന്നിട്ടുണ്ട് മാം അല്ലേ? തമിഴ് സീരിയൽ ചെയ്തിട്ടില്ലേ? സിനിമയാണ് ചെയ്തിട്ടുള്ളത്. എങ്ങനെയാണ് തുടക്കം? എവിടെയായിരുന്നു? തമിഴിലായിരുന്നു? മലയാളത്തിൽ? ഒന്ന് ആ ഒരു ജേണി ഒന്ന് പറയാമോ? ഇപ്പം വന്നു വിട്ടിട്ട് പറയാം. അല്ല, മുന്നേ ആണെങ്കിൽ എനിക്ക് എന്നെ അറിയായിരിക്കും. ഖൽബാൻ ഫാത്തിമ എന്ന് പറഞ്ഞ ആൽബത്തിലാണ് ഞാൻ ഫസ്റ്റ് ചെയ്തത്. ഖൽബാൻ ഫാത്തിമ, ആശകളില്ലാത്ത ജീവയാത്രയിൽ, അതാണ് എൻ്റെ ആൽബം. മൂവി എന്ന് പറയുന്നത് ചിതറിയവർ, ശ്രീനിവാസൻ ചേട്ടൻ്റെ അനിയത്തിയായിട്ടാണ് ചെയ്തത്. ബസ് കണ്ടക്ടർ, പച്ചക്കുതിര, അങ്ങനെ. പിന്നെ ആ ഒരു 12 വർഷത്തോളം ഞാൻ വീടിൻ്റെ ഉള്ളിലായിരുന്നു. പിന്നെ ഇപ്പോൾ വന്നത് വിവാഹത്തിന് ശേഷം 12 വർഷത്തോളം. വിവാഹത്തിന് ശേഷം 18 ഞാൻ കിട്ടിയല്ലോ. ഒരു കാര്യം എൻ്റെ കൂടെ ചോദിച്ചല്ലേ, വിവാഹത്തിന് ശേഷം പൊതുവെ ചിലർ അഭിനയം മതിയാക്കാൻ പറയാറുണ്ട്. അങ്ങനെ പറഞ്ഞു നിർത്തിയതാണോ അതോ സ്വന്തമായിട്ട് തോന്നി നിർത്തിയതാണോ? അല്ല, നിർത്തിച്ചതാണ്. കൂടുതൽ പറയേണ്ടത്. ഓക്കെ. ഭദ്ര എന്ന് പറയുന്ന സീരിയൽ, സൂര്യ TV-യിൽ ഭദ്ര എന്ന് പറയുന്ന സീരിയലിൽ സ്റ്റോന്നു. അത് പറയത്തൊക്കെ വലിയൊരു ക്യാരക്ടറല്ല, എന്നാലും ഉണ്ടായിരുന്നു, കുറച്ച് മൂവ് ചെയ്തായിരുന്നു. കൃത്യം എന്ന് പറയുന്ന അതിലാണ് എന്നെ കൂടുതലായിട്ട് അറിയുന്നത്. ജോളി എന്ന് പറയുന്ന കഥാപാത്രം ചെയ്തു, കൂടത്തായി കൊലക്കേസ്. അതിലാണ് ഏകദേശം എല്ലാവർക്കും എന്നെ അറിയുന്നത്. ഒരു 23-24 സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ലൈവായിട്ട് ഏതൊക്കെയാണ് പോകുന്നത്? ഇപ്പോൾ സുഗമോ ദേവി, മാനത്തെ കൊട്ടാരം, പിന്നെ സൂര്യയിലിപ്പം തുളസീദാസ് സാറിൻ്റെ പുതിയൊരു പ്രൊജക്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നു. മൂവി റിലീസാകാൻ പോകുന്നു ജനുവരിയിൽ, ആരണ്യം. സജി സോമൻ നായകനായി, പേരായിട്ട് ഞാനും കൂടി അതിൻ്റെ ഒരു ഭാഗ്യം കൂടി കിട്ടി. ജനുവരിയിൽ. താങ്കളെ കാഴ്ചയിൽ ഒരുപക്ഷെ ഓഷോ ഒരു ക്യാപ്പ് കൂടി വെച്ച് കഴിഞ്ഞാൽ എക്സാക്ട് ഓഷോ ലുക്കുണ്ട്. ശബ്ദം വേണോ? ഓഷോ മുഖ്യം അല്ല, തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുമോ? There is a simple life which you are leading now. You need to be happy and always be happy. ഞാൻ കുറേ കാലം ചെയ്തിരുന്നു കോളേജ് സമയത്ത്. ശരിക്കും സകലകല ഡാൻസ് ചെയ്യാറുണ്ടോ? ഞാൻ എല്ലാം ചോദിക്കുക. ഭരതനാട്യം പഠിച്ചിട്ടുള്ളത് എൻ്റെ അമ്മായി എൻ്റെ ടീച്ചറാണ്, താരാ കല്യാൺ അമ്മായി. ചുരുക്കി പറഞ്ഞാൽ സകലകലാ വല്ലഭൻ എന്ന് പറയാൻ ഉള്ള ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ്, മാസ്റ്റർ ഓഫ് നൺ. ഞാൻ എല്ലാത്തിലും മാസ്റ്റർ ആണെന്ന് ഞാൻ പറയുന്നില്ലല്ലോ. മാസ്റ്റർ ആവണ്ടല്ലോ, എല്ലാത്തിലും ഒരു ടേസ്റ്റ് ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെ ഇന്നത്തെ എനിക്ക് തോന്നുന്ന ഒരു സദ്യ കഴിക്കുമ്പോൾ എല്ലാ ഇതും രുചിച്ചു നോക്കുന്നു, അത്രയേ ഉള്ളൂ. അല്ല, ഇതെല്ലാം ഈ ഇദ്ദേഹത്തിന്റെ കഴിവുകളെല്ലാം ശരിക്കും വിവാഹം കഴിക്കുന്നതിന് മുന്നേ തന്നെ അറിവുണ്ടായിരുന്നോ? ഇല്ല, എനിക്ക് ആകെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത് ഒരു അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നില്ലേ? ശരിക്കും ഇദ്ദേഹത്തിലേക്ക് തന്നെ എത്തിപ്പെട്ട എന്ത് കാരണം കൊണ്ടാണ്? വിധിയായിരുന്നോ? വിധി വേണമല്ലോ, വിധി ഉണ്ടെങ്കിലല്ലേ കിട്ടുള്ളൂ. അല്ല, വിധി ഉണ്ടെങ്കിലല്ലേ കിട്ടുള്ളൂ. അതെ, അത് ശരിയാണ്. ഇത് കിട്ടേണ്ട ഒരു മുതലാണല്ലേ. ഒരു നിമിത്തം പോലെ എത്തിപ്പെട്ടു. കുട്ടികളുടെ വിശേഷങ്ങൾ എനിക്ക് വരണമെന്നുണ്ടായിരുന്നു. കാരണം ഞാനിവിടെ ഒന്ന് ഫോട്ടോ കാണുമ്പോൾ തന്നെ ഇവിടെ ഇരിക്കുന്ന ഈ ഫോട്ടോയിൽ വലുതായ 2 കുട്ടികൾ. കുട്ടികൾ വിവാഹം കഴിക്കുന്നതിന് മുന്നേ തന്നെ സാറുമായിട്ട് ഇന്ററാക്ഷൻസ് ഉണ്ടായിരുന്നു നല്ല രീതിയിൽ? അപ്പം അവർക്ക് ആ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ടാവില്ല, അവരൊരു പുതിയ ആളിനെ കാണുന്ന രീതിയിലുള്ള? എനിക്ക് എൻ്റെ മക്കളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വലിയ പുണ്യം ചെയ്യണം. ഇപ്പോൾ ആസ് യു സെഡ്, വിധിക്കപ്പെട്ട എന്ന് പറഞ്ഞാൽ ഞാൻ പുള്ളിക്കാരിക്ക് വിധിക്കപ്പെട്ടത് എന്ന് പറഞ്ഞു. അതിനേക്കാളും കൂടുതൽ എനിക്കവർ മക്കളായിട്ട് എനിക്കുള്ളത് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. പക്ഷെ അവിടെ എപ്പോഴെങ്കിലും അച്ഛനെന്നുള്ള നിലയിൽ അവൈലബിലിറ്റി കുറയുന്നതായിട്ട് പരാതി പറഞ്ഞിട്ടുണ്ടോ? അറ്റ്ലീസ്റ്റ് അവർക്ക് ഞാൻ ഫ്രീഡം കൊടുക്കുന്നുണ്ടല്ലോ. ഞാൻ കൂടെ നിന്ന് ശല്യം ചെയ്യുന്നില്ല. പല പാരൻസും അങ്ങനെയല്ലേ, കൂടെ നിന്നിട്ട് ഇങ്ങനെ ചെയ്, ഇത് ചെയ്, അത് ചെയ്. ഞാൻ
ഇല്ല, എന്ത് കാര്യം ഉണ്ടെങ്കിലും അപ്പനോട് ചോദിക്കും. അപ്പ അവിടെ പോയിക്കോട്ടെ, അപ്പ ഇവിടെ പോയിക്കോട്ടെ, ഇല്ലേ കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ ഏട്ടൻ ഫാമിലിക്കാണ് മുൻതൂക്കം കൊടുക്കുന്നത്. അത് ഉറപ്പാണ്. എന്നുവെച്ചാൽ ഞങ്ങൾ മക്കളായിട്ട്, ഞാനും മക്കളുമായിട്ട് ഞങ്ങൾ പെറ്റിംഗ് സൂവിൽ പോയി. ട്രിവാൻഡ്രത്ത് തന്നെയുള്ളൊരു പെറ്റിംഗ് സൂ. അപ്പോൾ ആദ്യമായിട്ടാണ് അവർ പാമ്പിനെ കയ്യിലെടുക്കുന്നത്, തേളിനെ കയ്യിലെടുക്കുന്നത്, ഓങ്കോൾ കാളേനെ കാണുന്നത്, കുതിരേനെ തൊടുന്നത്, കുതിരയിൽ റൈഡ് പോകുന്നത്, അല്ലെങ്കിൽ പക്ഷികളുടെ കൂടെ ലൈവ് ഇൻറ്ററാക്ഷൻ. ദേ എൻജോയ്ഡ്. ഇഗ്വാനിനെ കയ്യിലെടുത്തു. മക്കൾക്കൊരു പ്രശ്നമില്ല. അല്ല, ഈ കുട്ടികളുമായിട്ട് ഒരു സിംഗിൾ മോമായിട്ട് എത്ര കാലം ജീവിച്ചു? 8. അപ്പോൾ ഈ ഉള്ളിൽ ഒരുപാട് സഫറിങ്സ് ഉണ്ടായിരുന്നായിരിക്കും സ്വാഭാവികമായിട്ടും. അത് കുട്ടികൾക്കും പാസ് ഓൺ ചെയ്ത രീതിയിലുള്ള ഒരു ജേണി ആയിരുന്നു, അതോ അവർ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുമായിരുന്നോ? മക്കൾ സപ്പോർട്ട് തന്നെയല്ലേ. അവരൊരിക്കലും തളർന്നു പോയില്ല. അവർ അയ്യോ തളർത്താൻ പറ്റില്ലല്ലോ, അതിനല്ലല്ലോ ഞാൻ കൂടെ ചേർത്ത് പിടിച്ചത്. എന്ത് വന്നാലും അവരെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകും, അവരെ സങ്കടപ്പെടുത്തൂല. എൻ്റെ ലൈഫായിരിക്കരുത്, മീൻസ് നമ്മൾ വളർന്ന ആ ഒരു ഇതായിരിക്കരുത് ഇപ്പോഴത്തെ മക്കൾ അനുഭവിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നല്ല എത്രയോ എന്താണ് മുന്നേ പറയും, ഒരമ്മമാരിങ്ങനെ നോക്കിയിട്ടുണ്ടാവില്ല. കുറച്ച് പേരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും എൻ്റെ അടുത്ത്, എൻ്റെ ഫ്രണ്ട്സുകൾ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത്, ഒരമ്മ ഇങ്ങനെ നോക്കിയിട്ടുണ്ടാവില്ല മക്കളാണ്. അതേപോലെ തന്നെ ഞാൻ അത്രയും അഭിമാനത്തോടുകൂടി പറയും, എനിക്ക് എൻ്റെ മക്കളെ ചേർത്ത് പിടിച്ച് അവർ എന്താണ് ആഗ്രഹങ്ങൾക്കും എല്ലാം സഹായിച്ചു കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റിയിട്ടുണ്ട്. കടം വാങ്ങിയിട്ടുണ്ടില്ല ഒന്നുമല്ല, അങ്ങനെ ഞാൻ ഒരുപാട് ഉണ്ടാക്കിയിട്ടല്ല, കടം വാങ്ങിയിട്ടാണെങ്കിലും പക്ഷെ അവർക്കറിയാം ഇത് കടം വാങ്ങിയിട്ടാണ് എന്നെല്ലാം അറിയാം. പിന്നെ ഈ ലൈഫിൽ ഒരു എന്താണ് ഇത് എത്ര കാലം എല്ലാവരും പറഞ്ഞ പോലെ എനിക്ക് ഈ ഫീൽഡിൽ നിൽക്കാൻ എല്ലാവരും എൻ്റെ ചെവിയിൽ ഓതി തന്നത് എൻ്റെ സമയം ഈ ഫീൽഡിനകത്തുനിന്ന് ഔട്ടാവേണ്ട ഏകദേശം സമയമായി. എനിക്കിപ്പം 40 വയസ്സ് അങ്ങനെ എനിക്ക് ഓതി തരുന്നത് അങ്ങനെയാണ്, ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്ന ഇതാണ്. എത്ര കാലം പിടിച്ച് നിൽക്കാൻ പറ്റും, ഇനി കൂടി വന്ന 1 വർഷം കൂടി പോവാം, പിന്നെ കുറേ കഴിയുമ്പോൾ ഒരു അമ്മമ്മ വേഷം അങ്ങനത്തെ ഒക്കെ കിട്ടുള്ളൂ, അല്ലെങ്കിൽ കുറച്ച് പ്രായമുള്ളൊരു അമ്മ അങ്ങനെയൊക്കെ കിട്ടുള്ളൂ. പിന്നെ മറ്റുള്ളവരെ കുറേ കുത്തുവാക്കുകളും ഇതെല്ലാം ആയിരിക്കാം എന്നെ വേറൊരു കല്യാണം വേണ്ടാന്ന് വെച്ച് നിന്നാ ഒരു പെണ്ണെന്താ ഒറ്റക്ക് എന്താ വളർത്തിക്കൂടെ എന്ന് ഞാൻ പറഞ്ഞൊരു വ്യക്തിയാണ്. പക്ഷെ ആവില്ല എന്ന് എൻ്റെ ജീവിതം എന്നെ പഠിപ്പിച്ചു. ഒരിക്കലും പറ്റില്ല, ഒരു പെണ്ണൊറ്റക്ക് മുന്നോട്ട് പോയാൽ ഈ സമൂഹത്തിൻ്റെ മുന്നിൽ ഒരിക്കലും 2 മക്കളെയും കൊണ്ട് ഒറ്റക്ക് നിൽക്കാൻ പറ്റില്ല എന്ന് എൻ്റെ ജീവിതം എന്നെ പഠിപ്പിച്ചു. അതുകൊണ്ടാണ് ഒരു കൂട്ട് എനിക്ക് ആവശ്യമാണ്, മക്കൾക്ക് ഒരു മീൻസ് ഒരു അച്ഛൻ്റെ ആ ഒരു സ്നേഹം കിട്ടുന്നുണ്ട്. ഇപ്പോൾ മോൻ എന്ന് പറഞ്ഞാലും അങ്ങനെ ഒരു ഇത് കിട്ടിയിട്ടേയില്ല. 1.25 വയസ്സിലാണ് ഞാൻ വേർപിരിയുന്നത്. അപ്പോൾ അവരെൻ്റെ ലൈഫ് കണ്ടുകൊണ്ടാണ് മോനെ 9 വയസ്സ്. അപ്പോൾ അങ്ങനെ ഒരു ലൈഫ് കിട്ടിയത് കൊണ്ടാണ്, അല്ല അനുഭവങ്ങൾ വന്നതുകൊണ്ടാണ് മകനായാലും ഇപ്പോൾ ഒരു നമുക്കിങ്ങനെ ഒരു ജീവിതം, ഇനിയൊരു ജീവിതം വേണം. മകൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കല്യാണം കഴിച്ചാൽ വരെ പോവല്ലോ, സ്വാഭാവികമല്ലേ, പോവും നമുക്ക്. അപ്പം നമുക്കൊരു കൂട്ട് വേണം. ഇപ്പം മോൻ ആശങ്ക ഉണ്ടായിരുന്നോ വിവാഹം കഴിക്കുമ്പോൾ ഒരുപക്ഷെ എൻ്റെ മക്കളെ എത്രത്തോളം നന്നായിട്ട് അദ്ദേഹത്തിന് കൈകാര്യം ചെയ്യാൻ കഴിയും? ആദ്യം സ്വാഭാവികമായിട്ട് ഉണ്ടാവുമല്ലോ, ഇത് അംഗീകരിക്കുമോ, കല്യാണം ഇത് പ്രപ്പോസൽ വന്നപ്പോൾ തന്നെ ഞാൻ മോളോടാണ് സംസാരിച്ചത്. പത്രങ്ങളിൽ പുനർവിവാഹത്തിന്റെ പരസ്യങ്ങൾ വരാറുണ്ടല്ലോ, അതിൽ എടുത്തു പറയുന്ന ഒരു സാധനം ബാധ്യതയില്ല എന്ന് പറയും. അതൊക്കെ ഇന്നത്തെ സൊസൈറ്റിയുടെ ഒരു രീതിയാണ്. അപ്പം അതൊക്കെ കണ്ടും കേട്ടും വളരുന്ന ഒരാൾക്ക് സ്വാഭാവികം അതിനെക്കുറിച്ചിട്ട് വളരെ ഒരു കൺസേൺ ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, അങ്ങനെ ഒരു ആശങ്ക ഒരുപാട് അലട്ടിയിരുന്നോ? അല്ല, ഇപ്പം ഞാനിപ്പം ചേർത്ത് പിടിച്ച് ഇത്രയും വർഷം ചേർത്ത് പിടിക്കുന്ന എൻ്റെ ഇടയിൽ ഒരാൾ കയറി വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് തോന്നണം അല്ലേ, ആ ഒരു സ്നേഹം വിട്ടു പോകുമെന്ന് തോന്നണം. ഒരുപക്ഷെ ഒരുപാട് മക്കൾ സമ്മതിക്കണമെന്നില്ല, പക്ഷെ മോള് അമ്മ ഇത്ര കാലം ഇങ്ങനെ ജീവിക്കും, നമുക്കൊരു ലൈഫ് വേണമെന്നാണ് പറഞ്ഞത്. പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പം മക്കൾ അംഗീകരിക്കാമെന്ന് ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞു. അതുകൊണ്ട് ഈ ഒരു ഭാഗത്തുനിന്ന് പ്രശ്നമില്ല. ഏട്ടൻ്റെ അമ്മയായാലും അപ്പയായാലും ചേച്ചി ആയാലും കസിനായാലും എല്ലാവർക്കായാലും മക്കളുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ നല്ല ഹാപ്പി ആയിരുന്നു അവർ. മക്കൾ ദൈവം തന്നതല്ലേ, നല്ലതല്ലേ എന്നാണ് പറഞ്ഞത്. അത് കുറവായിരിക്കും അങ്ങനെ ആൾക്കാർ ചിന്തിക്കുന്നത്. മക്കൾ കൂടി ഉണ്ടാകുമ്പോൾ അവർ ബാധ്യതയാവില്ല. എനിക്ക് അവർ പിന്നെ എന്താണ് അച്ഛനും അമ്മേനെ ഏൽപ്പിച്ചിട്ട് പെണ്ണിനെ മാത്രം സ്വന്തമാക്കുന്ന ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. മക്കളൊരു ബാധ്യതയാക്കി വെക്കുന്നവരെ കണ്ടിട്ടുണ്ട്. പക്ഷെ അതല്ല ഞാൻ ഇവിടെ കണ്ടത്. സ്റ്റാർട്ടിങ് തന്നെ എനിക്ക് കുട്ടികളില്ല എന്ന് പറഞ്ഞപ്പോൾ നല്ലതല്ലേ ദൈവം തരുന്ന, ദൈവത്തിൻ്റെ അനുഗ്രഹം ഇല്ലാണ്ടല്ലേ, ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹം തീർച്ചയായും വേണം. അപ്പോൾ അമ്മയായാലും എല്ലാവരും ഇതാണ് പറഞ്ഞത്, നല്ലതല്ലേ, കണ്ണിന് 2 മക്കളെ കിട്ടിയില്ലേ, കണ്ണെന്നാ വിളിക്കുക, കിട്ടിയില്ല എന്നാണ് പറഞ്ഞത്.
അപ്പോൾ ഈ സൈഡ് ഓക്കെയാണ്. ഞാൻ വിചാരിച്ചു ഇനി എൻ്റെ മീൻസ് അപ്പ ഇല്ലാതെ അംഗീകരിക്കണ്ടേ, അപ്പാന്ന് വിളിക്കാൻ മടിക്കോ, എന്ത് വിളിക്കണം, ആ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആ ടെൻഷൻ അടിച്ചതൊക്കെ വെറുതെ ആയിരുന്നു. സ്റ്റാർട്ടിങ്ങിൽ തന്നെ അപ്പ അവർക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അവർ എത്രയോ കണ്ടിട്ടേ ഇല്ല, പക്ഷെ അവർ പരിചയമുള്ള പോലെ തന്നെയാണ് ഏട്ടനോട് പെരുമാറിയതും. വീട്ടിലായാലും ഇവിടെ ഒക്കെ വന്ന അത്രയും മോനൊക്കെ ഒന്നും പറഞ്ഞിട്ടില്ല. അമ്മാനെ വിളിക്കുന്നത് സുന്ദരിയെന്നും അച്ഛനെ അപ്പാനെ വിളിക്കുന്നത് സുന്ദരാന്നുമാണ്. അത് ശരി. മാം സംസാരിക്കുന്നത് കാണുമ്പോൾ തന്നെ ശരിക്കും നിങ്ങളുടെ റിലേഷൻ്റെ ഇടയിൽ വന്നൊരു ഒരു എന്താ പറയുക, ഒരു സന്തോഷം വെളി വരുന്നുണ്ട്. അത് രണ്ടുപേരുടെയും കണ്ണുകളിൽ തന്നെ നമുക്ക് മനസ്സിലാവും. അതായത് നമ്മൾ എത്തിപ്പെടേണ്ടടുത്ത് എത്തിപ്പെട്ടിരിക്കുന്നു എന്ന് തോന്നുന്നു. ഈ ലീഗൽ ടേംസിൽ എൻകംബറൻസ് അത് പ്രോപ്പർട്ടിക്കേ ഉള്ളൂ. മാരേജ് ഒരിക്കലും ഒരു പ്രോപ്പർട്ടി ഡീലല്ല. അപ്പോൾ ബാധ്യതകളില്ല എന്ന് എഴുതുന്ന ആ ഒരു ആഡ് ലൈനോട് ഞാൻ അങ്ങനെ വായിച്ചിട്ടില്ല, പ്രമുഖ പത്രങ്ങളിലുണ്ടത്. അല്ല, അപ്പം അത് എൻകംബറൻസ് ഇല്ല എന്ന് പറയുമ്പം അത് സ്ഥലത്തിനെ കുറിച്ച് പറയുന്ന പോലെ ഒരുമാതിരി വസ്തു കച്ചവടം പോലെ ആയിപ്പോയി. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ചിരി വന്നു. പ്രോബബ്ലി ഇപ്പോൾ കുഞ്ഞുമോളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ കുറച്ച് പേരെങ്കിലും പറഞ്ഞതുപോലെ വേറെ ആരും കുഞ്ഞുങ്ങളെ അത്രയും നോക്കില്ല എന്ന് കുഞ്ഞുമോളെ പറ്റി പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു ദിവസം ഐ വോണ്ട് ടു ബി എ ഡാഡ് ഹൂ ഗെറ്റ്സ് ദാറ്റ് ഫ്രം ദെയർ ചിൽഡ്രൻ. എൻ്റെ മക്കൾ എന്തെങ്കിലും ഒരു ദിവസം ഞാൻ നല്ലതാണ് ചെയ്തത് അത് കേൾക്കാൻ ആഗ്രഹമുണ്ട്. അത് ഞാൻ പറയണ്ടല്ലോ, നല്ലൊരു അവർ പറയട്ടെ, അവർ എന്തെങ്കിലും പറയും. അപ്പം അതുകൊണ്ട് കുഞ്ഞുമോക്ക് മക്കളുള്ളതെന്ന് പറഞ്ഞാൽ അതെനിക്ക് വലിയൊരു അനുഗ്രഹമാണ്. എനിക്ക് മക്കളെ ചേർത്ത് പിടിച്ച് എനിക്ക് സ്നേഹിക്കാനുള്ള അവസരം കിട്ടിയിട്ടില്ല. അതിനിടയ്ക്കാണ് ഈ ചൊറിച്ചുള്ള ആൾക്കാർ ഓരോന്ന് പറയുന്നത്. അത് കാണുമ്പോൾ ഐ ഫീൽ പിറ്റി ഓൺ ദം. കാരണം ഇത്രയ്ക്കേ ഉള്ളൂ, നിങ്ങളുടെയൊക്കെ മനസ്സ് അത്രയേ ഉള്ളൂ. നിങ്ങൾക്കെല്ലാം ഇങ്ങനെ ചിന്തിക്കാൻ എങ്ങനെ സാധിക്കുന്നു? ഐ ഫീൽ സോറി ഫോർ യു. ഞാൻ പ്രൗഡായിട്ട് ഞാൻ പറയാം, എൻ്റെ മക്കളാണ്, അവരെക്കുറിച്ച് പറയാൻ നിങ്ങൾക്ക് അധികാരമില്ല. അപ്പോൾ ഈ കമൻ്റ് അടിക്കുന്ന ആൾക്കാർ സ്വന്തം മക്കൾ ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭാര്യമാർ സൂക്ഷിക്കാം. വേറെന്താ ഞാൻ പറയാം, അവർക്ക് അങ്ങനെ സീരിയസ് ആയിട്ടൊരു രോഗമുള്ളതാണ്, സ്വന്തം മക്കൾ വ്യത്യാസം അറിയില്ല. ഇദ്ദേഹത്തിൽ ഇതുവരെ കണ്ട ഇദ്ദേഹത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ, ഒരു ക്യാരക്ടറായിട്ട് പറയാൻ പറഞ്ഞാൽ എന്താണ് അട്രാക്റ്റീവായിട്ട് തോന്നിയ? ഒരുപാടുള്ളതുകൊണ്ട് കൺഫ്യൂഷൻ ആയതാണോ അതോ ഇതിനെങ്ങനെ പറയുന്നു? ഏട്ടനായതുകൊണ്ട് അതെ. അതുപോലെ ഓരോ ആൾക്കാരിൽ ഓരോ നല്ല ഗുണങ്ങളും ചീത്ത ഗുണങ്ങളും ഉണ്ടാവും അല്ലേ? അപ്പം അത് ചിലർക്ക് അത് ഇഷ്ടാവും, ചിലർക്ക് ഇഷ്ടാവില്ല അല്ലേ? അതാണ് എനിക്കിഷ്ടം. കാരണം ഏത് പ്രതിസന്ധിന്നും എന്നെ എനിക്ക് അത് ഞാൻ എല്ലാത്തും പറഞ്ഞല്ലേ, നമുക്ക് എന്ത് വിഷമം വന്നാലും പെട്ടെന്ന് തന്നെ ഇപ്പൊ ഇത് തന്നെ ഒരു ഉദാഹരണം ഇത് തന്നെയാണ്. എന്താണ് ഇത്രയും നെഗറ്റീവ് വന്നപ്പോൾ ആത്മഹത്യ ഞാൻ ചെയ്യട്ടെ കേട്ടാ, നമുക്ക് ഈ ജീവിതാവസ്ഥ. ഇപ്പൊ ഞാൻ ചിരിച്ചോണ്ട് പറഞ്ഞു, അന്ന് ഞാൻ കരഞ്ഞോണ്ട് വന്നു. അന്ന് ഞാൻ കരഞ്ഞു പറഞ്ഞു, ഇന്ന് ഞാൻ ചിരിച്ചു പറയുന്നു. ഞാനും ചോദിച്ചു, ചേട്ടാ നമ്മൾ ഇത്രയും നാൾ ഇത്രയൊക്കെ അനുഭവിച്ചു, ഇപ്പോൾ ഒരു ജീവിതം വേണമെന്നും പറഞ്ഞ് കല്യാണം കഴിച്ചു, അത് ഇത്രയും വലിയ പ്രശ്നമാകാൻ വേണ്ടി മാത്രം എന്ത് തെറ്റാണ് ചെയ്തത്? ഈ കമൻസ് വായിക്കുമ്പോഴൊക്കെ അറിയായിരുന്നു, നരച്ച താടിയും മുടി ഉള്ളതുകൊണ്ട് കമൻസ് വരുമെന്ന് അറിയായിരുന്നു. പ്രായത്തിന് ബേസ് ചെയ്തിട്ട് ഏട്ടന് പ്രായമില്ലെന്ന് എനിക്കറിയാം, എല്ലാവർക്കും അറിയാം. പ്രായം ഉണ്ടെങ്കിൽ തന്നെ ആരെയാണ് നമ്മൾ കൺവിൻസ് ചെയ്യേണ്ടത്? ആരും ചെയ്യണം. ഞാൻ പറഞ്ഞ എനിക്ക് 60-65 വയസ്സുള്ള ഒരാൾ വേണമെന്നാകും. ഇനി എങ്ങനെ ആവാൻ പറ്റും? അല്ല, ഞാനങ്ങ് വയ്യാണ്ടായി പോയാലോ? അന്നേരം വയസ്സാവില്ലല്ലോ ഇല്ലേ? അന്നേരം അല്ലെങ്കിൽ പെട്ടെന്ന് 60 ആക്കാൻ പറ്റുമോ? വയ്യാന്ന് വിചാരിക്കും. ഈ 49 വയസ്സിലുള്ള 60-65 കൊണ്ടുപോകാൻ പറ്റുമോ? ഒന്നും പറ്റില്ല, വയസ്സ് അങ്ങനെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത്രയും അപ്പം ഈ കമൻസ് വരുന്നത് എനിക്കറിയാലോ, പക്ഷെ ഇത് ഇത്രയും വരുമെന്ന് വിചാരിച്ചില്ല. അപ്പോൾ ഇത് മൊത്തം വായിക്കുമ്പോഴും ഇത് ഓരോരാൾ സെൻഡ് ചെയ്യുന്നു, ഷെയർ ചെയ്യുന്നു, ഗ്രൂപ്പിലൊക്കെ വിടുന്നു, എല്ലാത്തിലും നമ്മളെ ഈ ഇൻഡസ്ട്രിയിലും എല്ലായിടത്തും ഇങ്ങനെ ഗ്രൂപ്പിലേക്കും അതിലെല്ലാം വിടുമ്പോൾ എനിക്ക് തന്നെ ടെൻഷനും എന്നാ ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തില്ല. അപ്പം ഞാൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, കേട്ടോ ഞാൻ ഇതെൻ്റെ ജീവിതം എനിക്ക് മതിയായി, എനിക്ക് ഇനി ആവില്ല, ആത്മഹത്യ ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല കേട്ടോ. ഇതിപ്പോൾ എനിക്ക് ചിരി വരുമെന്ന് പറയുമ്പോൾ സത്യം ഈ ചിരിക്കുള്ള കാരണമാണിത്. അല്ല, ആ ചോദ്യം ചോദിച്ചത് തെറ്റായ മനുഷ്യനോടായിരുന്നു. ലൈഫ് കോച്ചാണ്,
പിന്നെ എന്തോ മോട്ടിവേഷൻ സ്പീക്കറാണ്, ഇത്രയും നോളജബിൾ ആയിട്ടുള്ള ഒരു മനുഷ്യന്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അല്ല ഞാനന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞത്, ഇന്ന് ഞാൻ ചിരിച്ചുകൊണ്ടെന്ന് ചോദിക്കും പറയുന്നത്. അന്ന് ഇത്രയും വേദനിച്ചേട്ടാ ആ സമയത്ത്. ഇത് ആർക്കായാലും ഉണ്ടാവില്ലേ ഇങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടാവില്ല കമൻസ് എന്തൊക്കെയാണെന്ന്. ഒട്ടും പ്രതീക്ഷിക്കാത്തതാണ് വന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു. അപ്പം എൻ്റെ അടുത്ത് അന്ന് കരഞ്ഞുകൊണ്ട് കുറേ ദിവസം ഞാനത് പറഞ്ഞുകൊണ്ടെന്ന് ഉറങ്ങിയില്ല. ഞാൻ ഒരു ദിവസം ഉറങ്ങിയില്ല. അപ്പം എൻ്റെ അടുത്ത് ചോദിച്ചു, കുഞ്ഞുമോളെ ഉറങ്ങിയില്ലേ? ഞാൻ ഉറങ്ങിയെന്ന് പറഞ്ഞു. ഏട്ടനറിയാം ഞാൻ ഉറങ്ങിയില്ല എന്ന്. സംഭവം എന്താ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഏട്ടാ ഇങ്ങനെ എനിക്കതിങ്ങനെ മനസ്സിൽ നിന്ന് പോകുന്നില്ല, അത് തന്നെ വരുന്നു. നാളെ ഞാൻ ആൾക്കാരെ ഫേസ് ചെയ്യണം, സെറ്റിൽ പോകണം, എനിക്ക് ആൾക്കാരെ ഇങ്ങനെ പറയൂലേ നമ്മൾ അതിന് മാത്രം തെറ്റൊന്നും ചെയ്തില്ലല്ലോ. അപ്പം എനിക്ക് കുറച്ച് ക്ലാസ് എടുത്തു തന്നു. അപ്പം ഞാൻ ചോദിച്ചു, ഓ ഇത്രയേ ഉള്ളൂ എന്നാൽ നേരത്തെ പറഞ്ഞു തന്നു. ഇവിടെ ചിരിച്ച് സംസാരിക്കുമ്പോൾ ശരിക്കും എനിക്ക് സന്തോഷം തോന്നുന്നു. ഞാൻ ശരിക്കും ആലോചിച്ചിട്ടുണ്ട് ഈ പറഞ്ഞ പോലുള്ള കമന്റ്സിനെ ഡീൽ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും. അതിന് ഏറ്റവും വലിയ ഗുണം കണ്ടതാ. ഞാൻ കരുതിയത് ഒരുപക്ഷെ നല്ല സീരിയസ് ആയിട്ട് തന്നെ കമന്റ്സിനെ എടുക്കുന്ന, അല്ലെങ്കിൽ സീരിയസ് ആയിട്ടല്ല വളരെ കാഷ്വൽ ആയിട്ട് കമന്റ്സിനെ എടുക്കാനുള്ള മെച്യൂരിറ്റി മാമിന് ഉണ്ടായിരിക്കും എന്നാണ് കരുതിയത്. പക്ഷെ ഇദ്ദേഹത്തിന്റെ മെച്യൂരിറ്റി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മാം ശരിക്കും ഒരു കുട്ടിത്തുള്ള ഒരാളാണെന്ന് ശരിക്കും ഹേർട്ട് ആവാനുള്ള ചാൻസ് ഉണ്ട്. നല്ലോണം ഹേർട്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ എന്നിട്ടും അവര് അന്ന് പ്രതികരിച്ച് എന്തുകൊണ്ട് ചവിട്ടിയൊക്കെ അടിക്കാത്ത പാമ്പൊന്നും ഇല്ലല്ലോ, ഒന്ന് വേദനിക്കൂലേ. ഞാൻ അത്രയും എനിക്ക് സങ്കടം വന്നപ്പോഴാണ് ഞാനൊന്ന് ഇത് പറഞ്ഞു പോയത്. അതിനെ ബേസ് ആയിട്ട് ഒരുപാട് പ്രശ്നം പിന്നെയും വന്നു. മാധ്യമങ്ങളോട് ഇങ്ങനെ പറയാൻ പറ്റുണ്ടോ, പിന്നെ എന്താണ് മീഡിയക്കാരോട് ഇങ്ങനെയാണോ സംസാരിക്കല്, ഒരു പെണ്ണല്ലേ, അവർക്ക് എഴുതാം, പബ്ലിക്കായിട്ട് പറയാം, നമ്മൾ എന്തും കുറ്റപ്പെടുത്താം, നമുക്ക് അങ്ങോട്ട് ചോദിച്ചുകൂടാ അല്ലേ. അവരെന്തൊക്കെയാ എഴുതി കൂട്ടുന്നത്. അനുഭവം വരും. അല്ല, അവരവർക്ക് അനുഭവം വരുമ്പോൾ അത് പഠിക്കും, മനസ്സിലാവും. ഞാനിപ്പോൾ ഒരുപാട് ആൾക്കാർ ഉപദേശിക്കുന്നുണ്ട്. അല്ല, ഞാനൊരു ചാനലുകാരനോട് ചോദിക്കുകയും ചെയ്തു, എനിക്ക് എൻ്റെ പേര് ചേർത്ത് നിങ്ങൾ എഴുതിയ ഈ ടൈറ്റിൽ നിങ്ങളുടെ കുടുംബത്തിലെയോ അല്ലെങ്കിൽ നിങ്ങളുടെ പേരോ ചേർത്തൊന്ന് വായിച്ചു നോക്കി തന്നെ തിരിച്ചു വിളിക്കാൻ പറഞ്ഞു ചെയ്ത തെറ്റാണ്. ഞാൻ പറഞ്ഞു അത്രയും ഞാൻ പറഞ്ഞത്. അത് നമ്മൾ പറയുന്നതല്ല, അതിനെ ഉപരിയാണ് അവർ അതിൻ്റെ മുകളിലാണ് അവർ ചിന്തിക്കുന്നത്. നമ്മൾ ചിലപ്പോൾ അതൊന്നും ചിന്തിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവുക. സെൻസേഷണലൈസ് ചെയ്യാൻ എന്തും പറയാം, പക്ഷേ ഈ സെൻസേഷണലൈസിങ് എത്ര കാലം നിൽക്കും? ഇവരിത് എഴുതി കൂട്ടുമ്പം ജനങ്ങൾക്കറിയില്ല ഇത് നമ്മൾ പറഞ്ഞു കൊടുത്തതാണോ അവരുണ്ടാക്കിയതെന്നാണെന്ന് അറിയില്ല. പലരും വിചാരിക്കുന്നത് നമ്മളങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് ഇവരിങ്ങനെ എഴുതുന്നത്. ഒരിക്കലും അല്ല. ഇന്ന് തന്നെ എത്ര ന്യൂസ് കണ്ടേക്കുന്നറിയോ, ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് അതിനകത്തൊക്കെ പറയുന്നത്. പക്ഷെ ഒരു കാര്യം, ഇനിയിപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ കോൺഷ്യസ് ആയിട്ട് കാര്യമില്ല. പ്രത്യേകിച്ചും നമ്മുടെ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ സ്ട്രോങ് ആവുന്ന കാലത്ത് ഡീപ് ഫേക്ക് വീഡിയോസ് ഒക്കെ വരും. നമ്മൾ പറഞ്ഞതായിട്ട് തന്നെ തോന്നുന്ന രീതിയിൽ വേണമെങ്കിലും പ്രസന്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ ചിരിക്കും. അതാ ഇപ്പൊ ചിരിക്കും. അതാണ് വലിയൊരു മാറ്റം. അതിനെന്തായാലും വളരെ ഞങ്ങളുടെ കൂടെ ഒരു കടപ്പാട് അറിയിക്കുകയാണ്. ഒരാളിനെ ഇത്രയും സ്ട്രോങ് ആയിട്ട് കൂടെ നിന്ന് പില്ലറായിട്ട് നിന്നിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്. ഷീസ് എ വെരി സ്ട്രോങ് ലേഡി. ഈ കുട്ടിത്തം നമ്മുടെ കോൺഷ്യസ് ലെവലിൽ മാത്രമേ ഉള്ളൂ. സബ് കോൺഷ്യസ്ലി ഓർ അൺകോൺഷ്യസ്ലി ഷീസ് എ വെരി സ്ട്രോങ് ലേഡി. ഒരു സ്ത്രീക്ക് അങ്ങനെ ആവാൻ പറ്റുള്ളൂ. കാരണം ഒരു മനുഷ്യൻ ഒരാണ് ഫീൽ ചെയ്യുന്ന പെയിനേക്കാളും 50 ഇരട്ടിയോളം കൂടുതൽ സഹിക്കാൻ പറ്റുന്ന ഒരു ബോഡിയുള്ള ആളാണ്. ഡെലിവറി പെയിൻ എന്ന് പറയും. 2 പ്രാവശ്യം അതൊക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്തിട്ടുള്ള ആളാണ്. സോ അതുകൊണ്ട് എങ്ങനെ വന്നാലും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എപ്പോഴും സ്ത്രീ സ്ട്രോങ് തന്നെയാണ്. പിന്നെ ആകെ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഐ എം ജസ്റ്റ് എ കാറ്റലിസ്റ്റ്. അതിൻ്റെ ഇടയിൽ പലപ്പോഴും നമ്മൾ അടിപതറും അല്ലേ, നമ്മളെ കൂടെ. എൻ്റെ കയ്യിൽ നിന്നൊക്കെ എൻ്റെ മൈൻഡൊക്കെ ഔട്ടായിട്ടുണ്ട് എത്രയോ പ്രാവശ്യം. ഞാൻ അങ്ങനെ നമ്മൾ പറയുന്നത് കേൾക്കാനും നമ്മളൊന്ന് ആശ്വസിപ്പിക്കാനും നമ്മളെ കൂടെ ആളില്ലാണ്ടിരിക്കുമ്പോൾ ഒരുപാട് അവസ്ഥകൾ ഞാൻ മുന്നോട്ട് കൊണ്ടുപോയ ആളാണ്. എന്താ പറഞ്ഞാൽ ഞാൻ മരുന്ന് വരെ കഴിച്ചൊരു വ്യക്തിയാണ്. പക്ഷെ ഇപ്പോൾ ഇതിനൊക്കെ ഞാൻ കൂടെ ഉണ്ട് എന്ന് പറയാൻ ഒരാൾ കൂടെ ഉണ്ട്. അതാണ് എൻ്റെ ഏറ്റവും വലിയ ബലം. ഇപ്പോൾ എന്ത് സങ്കടം വരുമ്പോൾ ഒന്നും അല്ല എന്ന് മാറ്റിത്തരാൻ വേണ്ടിയിട്ട് ഏട്ടനെ കൊണ്ട് പറ്റുന്നുണ്ട്. അതന്നെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി ആയിട്ടെങ്കിൽ. പിന്നെ ഞാൻ പറയും, എൻ്റെ നല്ല ഭർത്താവാണ്, നല്ലൊരു അച്ഛനാണ്, മക്കൾക്ക് നല്ലൊരു അച്ഛനാണ് ഞാൻ പറയും. ആഗ്രഹിച്ചാലും കൂടുതലുള്ള പോലെ ഫീൽ ഉണ്ട്. അതെ, ഒന്നുമില്ലെങ്കിൽ ഞാനിപ്പോൾ സെറ്റിൽ പോയാലും മക്കൾ ഒറ്റക്കാണെങ്കിലും കുഞ്ഞുമോളെ ഞാൻ മക്കളെ പുറത്തു കൊണ്ടുപോകണേ എന്നും. അതൊക്കെ നമുക്ക് ആഗ്രഹിക്കുന്ന ജീവിതത്തിൽ കിട്ടാത്ത ഒരു മുഹൂർത്തങ്ങളല്ലേ.
ഏട്ടാ എനിക്ക് ഇന്നത് വേണം, എന്നൊന്ന് ജസ്റ്റ് പുറത്ത് കൊണ്ടുപോകാം. എന്നെ ഞാൻ മാത്രമായിട്ട് അങ്ങനെ പോകുന്നത് കുറവാണ്, മക്കളെയും കൂടി കൂട്ടും. ഏട്ടൻ തന്നെ പറയും ഒന്നിച്ചു പോവാം, മക്കളെയും കൂടി കൂട്ടിയിട്ട് പോവാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മക്കളെ വിട്ടിട്ട് എന്നെ മാത്രം വേണം എന്ന് ചിന്തിക്കുന്ന ഒരാളല്ല. എല്ലാവരും കൂടി ഒന്നിച്ച് പോയി. ഇപ്പം പോയതും അങ്ങനെ തന്നെയാണ്. ഹൈദരാബാദിൽ പോയതും അങ്ങനെയാണ്. ഏട്ടൻ ഫസ്റ്റ് പോയി, 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാനും മക്കളും കൂടി പോയി. അതും നുണകൾ വന്നു, മക്കളെ കൂട്ടാതെ കൊണ്ട് ഹണിമൂൺ യാത്രയിൽ. ആൾക്കാർക്ക് എങ്ങനെയും കുറച്ച് സബ്സ്ക്രിപ്ഷൻ കിട്ടി, കുറച്ച് റീച്ച് കിട്ടാൻ വേണ്ടിയുള്ള സത്യം വേണ്ട. അതെ അതെ ശരിയാണ്. ഓക്കെ, അപ്പോൾ ഞാനൊരു അടുത്തൊരു സെഗ്മെൻറ്റ്, കാരണം എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സാറിൻ്റെ ആ പ്രൊഫഷൻസ് നോക്കിയപ്പോൾ കണ്ടു. ഒരു ഹിപ്നോ തെറാപ്പിസ്റ്റ് ആണെന്ന് കേട്ടു. അപ്പോൾ ഹിപ്നോട്ടിസം കൈവശമുള്ള ഒരാളായിരിക്കാം. അതുമായി ബന്ധപ്പെട്ട് തെറാപ്പി ചെയ്യുന്നുണ്ടോ? പ്രൊഫഷണൽ തെറാപ്പി ചെയ്യുന്നുണ്ട്. ഓക്കെ, അതെവിടെയാണ്? ഇവിടെ ട്രിവാൻഡ്രം ഫോക്കസ് ചെയ്താണ് ചെയ്യുന്നത്? ഇല്ല, ഞാൻ പേഷ്യൻസിൻ്റെ നീഡ് അനുസരിച്ച് പലപ്പോഴും എറണാകുളത്ത് എൻ്റെ വീട്ടിൽ ക്ലിനിക്കുണ്ട്, ഇവിടെയുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ സ്പെസിഫിക് ആയിട്ട് ഏതെങ്കിലും സ്ഥലത്താണെന്നുണ്ടെങ്കിൽ അങ്ങനെയും പോകാം. ഹിപ്നോട്ടിസം ശരിക്കും അത് ഏതെങ്കിലും നിലയിലൊരു വർക്ക് ചെയ്യുന്നൊരു സാധനമാണോ? മൈൻഡ് വെച്ചുള്ളൊരു ഗെയിമാണോ, അതോ മൈൻഡിനെ കസ്റ്റമൈസ് ചെയ്യുന്നൊരു വേ ആണോ? എന്താണ് ശരിക്കും ഹിപ്നോട്ടിസം എന്നൊന്ന്? ബേസിക്കായിട്ട് ഒരു സ്ട്രിപ്പ് ഏതെങ്കിലും ഒരു മരുന്ന് വാങ്ങിച്ചിട്ട് അതിൽ പറഞ്ഞില്ല ഇന്ത്യയിൽ നിന്നുള്ള മരുന്ന്, ഞാൻ ഫോറിൻ മെഡിസിൻ ഞാൻ പറയുന്നില്ല, ഓക്കെ, എനിക്കറിയില്ല. പക്ഷേ ഇന്ത്യയിൽ നിന്നൊരു മെഡിസിൻ ലെറ്റ്സ് സേ പാരസ്റ്റമോൾ. ഈ പാരസ്റ്റമോളിൻ്റെ ഒരു സ്ട്രിപ്പ് വാങ്ങിച്ചിട്ട് അടുത്തുള്ളൊരു ലാബിൽ കൊടുത്തിട്ട് ഇതിൽ എത്ര ശതമാനമാണ് പാരസ്റ്റമോൾ ഉള്ളത് എന്ന് ചെക്ക് ചെയ്യും. പലപ്പോഴും നമുക്ക് ആ ഫിഗേഴ്സ് ഷോക്ക് ചെയ്യും. കാരണം വെറും പൊടിയായിരിക്കും, ഒന്നുമില്ലായിരിക്കും അതിനകത്ത്. പക്ഷെ നമുക്കത് കഴിച്ചു കഴിയുമ്പം എല്ലാം ശരിയാണ്. പ്ലസിബോ എഫക്റ്റ്. പല മരുന്നിനകത്തും ഒരു കണ്ടൻറ്റും ഉണ്ടാവില്ല. ദ മൈൻഡ് വർക്ക്സ് മച്ച് മോർ ദാൻ വാട്ട് യു തിങ്ക്. അനുഭവമുണ്ട്, എനിക്കനുഭവമുണ്ട്. അങ്ങനെയല്ല ഏട്ടൻ്റെ, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഈ കൈ നല്ല വേദനയായിരുന്നു. ഞാൻ കുറേ പ്രാവശ്യം ഡോക്ടറെ കാണിച്ചു. തൊടുമ്പൊക്കെ പെയിനാണ്, ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അന്ന് ലൊക്കേഷനിൽ പോയപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, ഒരു പ്രാവശ്യം കണ്ടേ പറഞ്ഞുള്ളൂ, ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞതാണ്. ഏപ്രിൽ 18-ാം തീയതി ഈ കൈ ഇങ്ങനെ നല്ല വേദന. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ചോദിച്ചു, സൗമ്യ ചേച്ചി ഉണ്ട്, കസിനുണ്ടായിരുന്നു കൂടെ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര ഇത് കൈ വേദനയാണ്, അത് മരുന്ന് കഴിച്ചിട്ടൊന്നും മാറുന്നില്ല പറഞ്ഞു. അപ്പം ഏട്ടൻ ചോദിച്ചു ഡോക്ടറെ കാണിട്ട് ചോദിച്ചു. അങ്ങനെ ഡോക്ടറെ കാണിച്ചു, 2-3 പ്രാവശ്യം കാണിച്ചു, മരുന്നും കഴിച്ചു, എന്നിട്ട് മാറുന്നില്ല പറഞ്ഞു. മരുന്ന് കഴിച്ചിട്ട് മാറുന്നില്ലേ? ഞാൻ പറഞ്ഞില്ല പറഞ്ഞു. ഞാൻ അപ്പം സീനിൻ്റെ സമയം, അപ്പം സീൻ എടുത്ത് കഴിഞ്ഞിട്ട് 2 മിനിറ്റ് എൻ്റെ മുമ്പിലൊന്ന് ഇരുന്നാൽ മതി പറഞ്ഞു. പിന്നെ എന്തായിട്ട് ചെയ്തത്? ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞിട്ട് NLPനകത്ത് ഈ പെയിൻ എന്ന് പറഞ്ഞാൽ ഒരു കോൺസെപ്റ്റാണ്. ഇറ്റ് ഈസ് എ മെസ്സേജ് ഫ്രം യുവർ മൈൻഡ്. അതിനെ മാറ്റാൻ, അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റും, നമുക്ക് എടുത്തു കളയാൻ പറ്റും. ഫിസിക്കൽ ഡാമേജ് ഇല്ല, പെയിൻ മാത്രമാണെന്നുണ്ടെങ്കിൽ അത് മൈൻഡിൽ മാത്രമാണ്. അപ്പോൾ അത് NLPയിലെ ഒരു സ്വിച്ച് ഔട്ട് സെഷനിലൂടെ പെർമനന്റ് ആയിട്ട് തന്നെ സൊല്യൂഷൻ ഉണ്ടാവോ? സത്യമായിട്ട് എൻ്റെ കൈവേദന മാറ്റി തന്നു. കാരണം ഏട്ടൻ പറഞ്ഞു അത് മനസ്സിൻ്റെ ഇതാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മനസ്സിൻ്റെ ഇത് കൊണ്ട് കൈവേദന എങ്ങനെയാണ് അപ്പോൾ ഉണ്ടാവുക? നമുക്ക് തൊടുമ്പോഴൊക്കെ വേദനയുണ്ട്. അപ്പം നിനക്ക് കുഞ്ഞെന്ന് വിളിക്കും, കുഞ്ഞ് നിനക്ക് വേദന ഇല്ല. ഞാൻ ഇല്ലേ, തൊടുമ്പോൾ വേദനയുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കുഞ്ഞ് എനിക്ക് വേദന ഇല്ല. ഞാൻ പിന്നെ ചിന്തിച്ച് വെറുതെ ആക്കുമ്പോൾ വേദന ഇല്ല അല്ലേ, വേദന ഇല്ല, സത്യമാണ് വേദന ഇല്ല. അപ്പോൾ പെർമനന്റ് ആയിട്ട് മാറി, ഒരു കുഴപ്പമില്ല, എനിക്കത് മാറി. അതാണ് പറഞ്ഞത് മൈൻഡിൻ്റെ ഞാനത് വിശ്വസിക്കുന്നു. അതെ, ഞാൻ ഹിപ്നോട്ടിസം ചെയ്യുന്ന കണ്ടിട്ടുണ്ട്, പലരും പേര് മറന്നു പോകുന്നു, ഇങ്ങനെ ഒരുപാട് ഈവൻ അവരുടെ അത് ഗെയിമിൻ്റെ ലെവലിലാണ്. ഐ സ്ട്രോങ്ലി ബിലീവ് ഇറ്റ് ആസ് എ തെറപ്പി. ഈ മൈൻഡ് അത്രത്തോളം പവർഫുള്ളാണ്, അതിനെ യൂസ് ചെയ്യാൻ നമുക്കറിയില്ല. ഒരു എന്താ പറയുക, ഒരു വലിയൊരു റിയാക്ടർ കയ്യിൽ കൊണ്ടു വന്നിട്ട് നമ്മൾ മെഴുകുതിരി കിട്ടുമെന്ന് ചോദിച്ചോണ്ട് നടക്കുക. കാരണം മൈൻഡിനെ കൊണ്ട് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ആഗ്രഹം കൊണ്ട് ചോദിക്കുകയാണ്, ഞാനിതുവരെ ഹിപ്നോട്ടിസം വീഡിയോസിൽ കണ്ടിട്ടേ ഉള്ളൂ. ഒരു ചെറിയൊരു അറ്റംപ്റ്റ് എൻ്റെ പുറത്ത് ചെയ്യാൻ പറ്റുമോ? ചെയ്യാം, ബട്ട് ആസ് എ സെഷൻ ചെയ്യുന്നതിനേക്കാളും സസെപ്റ്റബിലിറ്റി ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ചെറിയൊരു ഇതായിട്ട് ഞാൻ പല സ്ഥലത്തും ചെയ്തിട്ടുള്ളതാണ്. ബിക്കോസ് പെൻഡലമൊന്നും ഇല്ലാത്ത ഐ ഡു ദ സെയിം തിങ് ടു യു. കൈ സ്ട്രെയിറ്റ് ആയിട്ട് വയ്ക്കാം, ക്ലാസ്പ് ചെയ്യാം, കൈ ഫിംഗേഴ്സ് മേലേക്ക് കൊണ്ടുവരിക, ഇത് സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ തന്നെ ഫോക്കസ് ചെയ്യാം. ഈ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ഐ എം ടൈയിങ് എ സ്ട്രിങ്. ഞാനത് പുള്ളി ചെയ്യുമ്പം യു ക്യാൻ സ്റ്റാർട്ട് ഫീലിംഗ് യുവർ ഫിംഗേഴ്സ് കം ക്ലോസർ
closer, 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 closer. സെക്കൻഡ് ടൈമാണ് ഞാനിത് ഇവിടെ ട്രൈ ചെയ്യുന്നത്. ഇത്തവണ ഞാൻ വിചാരിച്ചു പിടിച്ച് മാറ്റി വയ്ക്കും. അതെ, അല്ല, നമ്മുടെ മൈൻഡ് എന്ത് പറഞ്ഞാലും കേൾക്കും. അത്രയ്ക്ക് പാവമാണ്. ചെറിയ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറ്റും വേറെ? ഓക്കെ, സിമ്പിൾ കാര്യം. ഇപ്പം ഈ കൈൻ്റെ ഇവിടെ തന്നെ നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു നാരങ്ങ വെച്ചിട്ടുണ്ട്, നല്ല പഴുത്ത ഒരു മഞ്ഞ കളറിലുള്ള നാരങ്ങ. റൈറ്റ്, ഞാൻ നൈഫ് എടുത്തു, ഞാനിത് കട്ട് ചെയ്യാം. അപ്പോൾ കട്ട് ചെയ്യുമ്പം അതിനകത്തുനിന്ന് മറ്റേ ആ വെള്ളം ഊസ് ചെയ്ത് വരുന്നത് കാണാൻ പറ്റുന്നു. വൈ ഇസ് എ മൗത്ത് വാട്ടറി? വായിൽ വെള്ളം വരുന്നത് എന്തിനാ? ഇവിടെ നാരങ്ങയില്ല, കത്തിയില്ല, ഒന്നുമില്ല. ശരിയാണ്, എന്തിനാണ്? അത്രേ ഉള്ളൂ നമ്മുടെ മനസ്സ്. ഇല്ലാത്ത കാര്യം ഉണ്ടെന്ന് പറഞ്ഞാലും ഇതെന്താ പറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇല്ലാത്ത ഈ ഒരു സാധനം ഉണ്ടെന്ന് കരുതി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഈ വാഴയാടിയാലും അത് പശുവാണോ അല്ലെങ്കിൽ കള്ളനാണോ എന്നൊക്കെ നമുക്ക് തോന്നില്ലേ? കയറി ചവിട്ടിയാൽ പാമ്പാന്ന് തോന്നി. ശരിക്കും ഞാനിത് ഇച്ചിരി ഞെട്ടലോടെയാണ് ഇത് കാണുന്നത് കേട്ടോ. കാരണം ഇത് ഇങ്ങനെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമല്ലേ? അതായത് നിസ്സാരമായ ചില കാര്യങ്ങളിലൂടെ നമ്മളെ ഇമോഷൻസ് ഹാൻഡിൽ ആവുകയാണ്. വെരി മച്ച്. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായി. അപ്പം പുതിയൊരാൾ കൂടെ വരുമ്പം നമ്മുടെ ടേസ്റ്റുകൾ മാറാനുള്ള സാധ്യതയുണ്ട്. തെറ്റിദ്ധാരണയാണോ? ജീവിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായിരുന്നു. എവിടാന്ന് ജീവിക്കാൻ സമ്മതിക്കില്ല. സമയം കിട്ടിയില്ല അല്ലേ? ക്ഷമിക്കണം, ഞങ്ങൾ അതിൽ കുറച്ച് സമയം എടുത്തു. പക്ഷെ എന്നാലും ഒരാൾ പുതുതായിട്ട് വരുമ്പോൾ അയാളുടെ പുതിയ പരീക്ഷണങ്ങളും ഒക്കെ നിറയും ആ വീട്ടില്. അതിനും പറ്റിയില്ല. അതായത് ഇതുവരെ പ്രത്യേകിച്ച് ഒന്നും എല്ലാവരും പറയുന്ന ഏറെ തന്നെ ഉണ്ട്, അത്ര ഒന്നും ഇറങ്ങിയിട്ടില്ല. അല്ല, പറ്റിയിട്ടില്ല സത്യം പറഞ്ഞാൽ. അതിന് മുന്നേ, കല്യാണത്തിന് മുന്നേ ഞാൻ കുറച്ച് ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. നീർദോശ, നമ്മളെ കണ്ണൂർ ഒരു നേരി ദോശ, നീർദോശ, പിന്നെ ചട്നി, അങ്ങനത്തെ ഒക്കെ ഏട്ടന് ഇഷ്ടമാണ്. ഓ, ഞാനെല്ലാം ചെയ്യും. ഏട്ടനും ചെയ്യും. ഇതുവരെ കഴിച്ചവരാരും മോശമെന്ന് പറഞ്ഞിട്ടില്ല. കോൺഫിഡൻസ് ഫീൽ ചെയ്തിട്ടുണ്ടോ? അല്ല, കുക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ടോ എപ്പോഴേലും? ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്, ഗുലാബ് ജാമുൻ ഉണ്ടാക്കിയിട്ടുണ്ട്, കേസരി ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ എന്തൊക്കെ ഉണ്ടായല്ലോ, മാഗി കൊണ്ട് പല വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി. അങ്ങനെയൊക്കെ സമയം കിട്ടി. സമയം എന്ന് പറഞ്ഞാൽ കല്യാണത്തിന് മുന്നേ എത്ര പ്രാവശ്യം ഒരു വീട്ടിലേക്ക് കയറാൻ പറ്റും? അല്ല, ഇനിയിപ്പോ ഇതിന്റെ തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ട് ആവശ്യം പോലെ ഇഷ്ടമുള്ള കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുക്ക് ചെയ്ത് കൊടുക്കാൻ. പിന്നെ ഏട്ടനാണ് അങ്ങനെ ഇന്നത് കഴിക്കൂല, മീൻസ് വെജാണ്, പക്ഷെ എന്തായാലും അത് കഴിച്ചു. അങ്ങനെ അങ്ങനൊന്നുമില്ല, അയ്യോ അത് പറ്റൂല ഇത് പറ്റൂല. ഈ ഫ്രൈഡ് റൈസും ബട്ടർ ചിക്കൻ പറഞ്ഞപ്പോ മൈൻഡ് വരണം. ക്ലാസ് എടുത്തില്ലേ? ആ ക്ലാസ് എടുത്ത് എന്റെ മൈൻഡ് തരിച്ചു. അയ്യോ അങ്ങനെയൊന്നുമില്ല. ചോദിച്ചു ഇല്ല, ഏട്ടൻ്റെ കൂടെ പോകുമ്പോൾ എല്ലാം ഞാൻ വെജ് മാത്രം, മക്കളല്ല കേട്ടോ. ഏട്ടന് അങ്ങനെ ഒരു കുഴപ്പമില്ല. നിർത്തരുത്, അത് കഴിക്കരുത്, അങ്ങനൊന്നുമില്ല. നമ്മളെന്താണോ അത് അങ്ങനെ തന്നെ ഉണ്ടായാൽ മതി. ഇനി ഒരുപാട് കാലം സന്തോഷമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ മികച്ച രീതിയിലുള്ള ലൈഫ് മുന്നിലുണ്ടാവട്ടെ. പരസ്പരം കുക്ക് ചെയ്ത് ഫുഡൊക്കെ കൊടുത്ത് സന്തോഷത്തോടെ ആഗ്രഹങ്ങളൊക്കെ പരസ്പരം നിറവേറ്റി ജീവിക്കാനുള്ള എല്ലാ അനുഗ്രഹവും ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി തന്ന സമയത്തിന് വളരെ വലിയ നന്ദി. താങ്ക് യു.